ഹലോ ഗെയ്സ്, നമ്മൾ ഇന്ന് കൈലാസനാഥൻ്റെ പുണ്യഭൂമിയായ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉത്സവം കൊടിയിറങ്ങാൻ ബാക്കിയുള്ളൂ. കണ്ണൂരുകാരായ ഞങ്ങൾക്ക് വൈശാഖ മാസത്തിലെ ഈ ഉത്സവം എന്നും ഞങ്ങൾക്കൊരു ആഘോഷമാണ്. കുന്നും മലകളും കയറിയിറങ്ങി മലയോര ഹൈവേയിലുള്ള യാത്ര കഴിഞ്ഞ് കൊട്ടിയൂരിൽ എത്തിച്ചേരുമ്പോഴുള്ള ആ അനുഭൂതി പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്നാണ്. അത് നേരിൽ അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവൂ. ഓടപ്പൂക്കളും കളിപ്പാട്ടങ്ങളും അലങ്കാര വസ്തുക്കളും കൊണ്ട് അലങ്കൃതമായ ആ ഇടവഴിയിലൂടെ നടന്ന് ബാവലിപ്പുഴയുടെ പാലവും കടന്ന് ആ പുഴയിലൊന്ന് മുങ്ങി നീരാടി ഈറനണിഞ്ഞ് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ വേറെയൊരു ലോകത്തിലേക്ക് എത്തിയ പ്രതീതിയാണ്. നമ്മൾ എത്തിയ ദിവസം ക്ഷേത്രാങ്കണം ഭക്തജനങ്ങളെക്കൊണ്ട് തിങ്ങി നിറഞ്ഞു കിടക്കുകയാണ്. മണ്ണും മലയും കാട്ടാറുകളും ഒക്കെ ചേർന്നുള്ള കൊട്ടിയൂർ ഉണരുന്നത് മഴക്കാലത്താണ്. 28 നാളുകൾ നിലനിൽക്കുന്ന ഈ ഉത്സവം എല്ലാ ശൈവവിശ്വാസികളുടെയും വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ കൊട്ടിയൂരിൽ നെയ്യാട്ടത്തിൽ നിന്നും തുടങ്ങി തൃക്കലാശത്തിൽ അവസാനിക്കുന്ന ഈ ഉത്സവം വൈശാഖ മഹോത്സവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദക്ഷിണ കാശിയായി പേരേഴും നാട്ടിലെ ദക്ഷമദാന്തക ദാക്ഷായണി പ്രിയ തപ്തമീ ഹൃദയം നാഥാ മഹേശ്വര ഒരു നോക്കു കാണുവാൻ ഭാഗ്യം നീയേകണേ. കൊട്ടിയൂർ വാഴുന്ന ശ്രീ മഹാദേവനെ കൂട്ടായി നീയെന്നും ഉണ്ടാവണേ. കാനനശ്രീയിൽ വിളങ്ങിടുമീ ക്ഷേത്രം ഭക്തന്നു മണ്ണിലെ സ്വർഗമല്ലോ എന്നും ആയുസ്സു നൽകിയിടും സൗഭാഗ്യം തൂകിയിടും സോമശേഖര സ്വാമി വാഴുന്നോരീ ക്ഷേത്രം. കൊട്ടിയൂർ വാഴുന്ന ശ്രീ മഹാദേവനെ കൂട്ടായി നീയെന്നും ഉണ്ടാവണേ. വാവലിപ്പുഴയിൽ പുണ്യസ്നാനം ചെയ്ത് പാപങ്ങൾ കഴുകി മണിത്തറമേവും ഭഗവാനെ ദർശിച്ചാൽ മണ്ണീരിൽ മറ്റെന്തു പുണ്യമുണ്ട്. കലിദോഷം കൺമുന്നിൽ ആടിത്തിമർക്കുമ്പോൾ കഷ്ടത ജീവിതം കൈയാളും